പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവന്റെ മരണത്തിൽ ആരോപണ വിധേയനായ കോളേജ് പ്രിൻസിപ്പൽ എൻ അബ്ദുൽ സലാമിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യവുമായി കുടുംബം. അമ്മു മരിച്ച ദിവസം കൌൺസിലിംഗ് നടന്ന കാര്യം പ്രിൻസിപ്പൽ മറച്ചുവെച്ചു. അബ്ദുൽ സലാം പലതും ഒളിക്കാൻ ശ്രമിക്കുന്നുവെന്നും അമ്മുവിന്റെ പിതാവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഞങ്ങൾ ചെന്നപ്പോഴേ പറഞ്ഞു കോളേജ് പ്രിൻസിപ്പൽ സലാം സാറിനെ സ്ഥലം മാറ്റിയെന്ന് പറഞ്ഞു. അന്നേരം നമ്മൾ പറഞ്ഞു അത് പറ്റത്തില്ല, ഞങ്ങളുടെ ആവശ്യം അതല്ല, ഈ അബ്ദുൽ സലാം സാറിനെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് എന്നാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞത് നടത്തിയിരിക്കുക. അന്നേരം അവരൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മേഡം ആദ്യം തൊട്ട് ഈ സിപാസിൻ്റെ ഡയറക്ടർ ഹരികൃഷ്ണൻ എന്ന് പറയുന്ന സാറാണ് ഇവരെ 3 പേരെ സഹായിക്കുന്നത്. ഈ ടീച്ചറിനെയും പിന്നെ സജി എന്ന് പറയുന്ന സെക്രട്ടറി അധ്യാപകനെയും ഈ പ്രൊഫസർ അബ്ദുൽ സലാമിനെയും കൃത്യമായിട്ട് ഞങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് ഈ പ്രൊഫസർ അബ്ദുൽ സലാമിനെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ളതാണ്. അയാളെ പ്രതി ചേർക്കണം, അയാളെ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഇത്. കാരണം എൻ്റെ കുഞ്ഞിൻ്റെ മരണത്തിന് ഈ പിള്ളേരെ പോലെ തന്നെ ഉത്തരവാദി ഇയാളുമാണ്. എൻ്റെ മകൾക്ക് ഇനിയെങ്കിലും മരണത്തിന് ശേഷമെങ്കിലും ഒരു നീതി കിട്ടണം. അരുൺ സോളമനുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, ഈ പ്രിൻസിപ്പലിനെതിരെ തുടക്കം മുതൽ തന്നെ ഈ കുടുംബം ആരോപിക്കുന്നതാണ്. പ്രിൻസിപ്പലിനെതിരെ സസ്പെൻഡ് ചെയ്യണമെന്ന കാര്യം തന്നെയാണ് കുടുംബം ആവർത്തിച്ചും പറയുന്നത്. എന്ത് നടപടിയാണ് പോലീസ് പ്രിൻസിപ്പലിനെതിരെ സ്വീകരിച്ചിട്ടുണ്ട്? കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കുകയാണ് അമ്മുവിന്റെ കുടുംബം. ആര്യ, തുടക്കം മുതൽ തന്നെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ഈ അമ്മുവിന്റെ കുടുംബം പ്രധാനമായിട്ടും കോളേജ് പ്രിൻസിപ്പലിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന്റെ തുടർച്ചയെന്നോളം കഴിഞ്ഞ ദിവസവും അദ്ദേഹം കുടുംബം ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിനെ കണ്ടിരുന്നു. 2 തവണയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിനെ കണ്ടത്. 2 തവണയും കുടുംബം പ്രധാനമായിട്ടും ഉന്നയിച്ചത് ഈ എൻ അബ്ദുൽ സലാമിന്റെ സസ്പെൻഷൻ തന്നെയായിരുന്നു. പക്ഷേ ആദ്യഘട്ടം കണ്ടപ്പോൾ തന്നെ ഈ സിപാസിന്റെ ഡയറക്ടർ പി ഹരികൃഷ്ണനെ വിളിച്ചുവെങ്കിലും അദ്ദേഹം അതിന് വഴങ്ങിയിരുന്നില്ല. ഒരിക്കലും ഒരു സസ്പെൻഷനോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ നടത്താൻ കഴിയില്ല എന്ന് തന്നെയായിരുന്നു മന്ത്രിയോട് വ്യക്തമാക്കിയതും. തുടർന്ന് വീണ്ടും ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ ഈ സിപാസിന്റെ ഡയറക്ടർ പി ഹരികൃഷ്ണൻ ഇദ്ദേഹത്തെ ഈ SMEയുടെ തന്നെ സീതത്തോടുള്ള ഈ കോളേജിലേക്ക് ഇദ്ദേഹത്തെ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ സ്ഥലം മാറ്റം നടത്തിയിരിക്കുകയാണ്. പക്ഷേ കുടുംബം അതുകൊണ്ടും സംതൃപ്തരല്ല. കാരണം അമ്മുവിന്റെ സ്ഥിതി മറ്റൊരു പെൺകുട്ടിക്കും ഇനി വരാൻ പാടില്ല, മറ്റൊരു കുട്ടിക്ക് വരാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അച്ഛൻ സജീവ് ഇപ്പോൾ റിപ്പോർട്ടറിനോട് സൂചിപ്പിച്ചതും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി അന്വേഷണം നേരിടണം, ഇദ്ദേഹത്തെ പ്രതി ചേർത്ത് അന്വേഷണം നേരിടണം എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും അമ്മുവിന്റെ അച്ഛൻ സജീവ് ഉന്നയിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് അമ്മ മരിച്ചത് കഴിഞ്ഞ മാസം 15-ാം തീയതിയാണ്. ആ ദിവസം എന്താണ് സംഭവിച്ചതെന്നുള്ളത് കുടുംബം അറിയേണ്ടതുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഡിവൈഎസ്പി കേസ് അന്വേഷിച്ചപ്പോൾ എത്തി നിൽക്കുന്നത് ഈ കോളേജിലെ സൈക്കാട്രി അധ്യാപകനായിട്ടുള്ള സജിയാണ്. സജിയെ പ്രതി ചേർത്ത് കേസ് അന്വേഷിക്കണമെന്നുള്ളതാണ് അമ്മുവിന്റെ അച്ഛൻ പ്രധാനമായും ആവശ്യപ്പെട്ടത്. നിലവിൽ ഈ പത്തനംതിട്ട പോലീസ് സജിയുടെ മൊഴിയെടുത്തുവെങ്കിലും അദ്ദേഹത്തിന്റെ അറസ്റ്റോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ 15-ാം തീയതി അമ്മു ഉൾപ്പെടെയുള്ള 50ഓളം കുട്ടികളെ ഒരുമിച്ച് നിർത്തി ഒരു കൌൺസിലിംഗ് നടത്തിയിരുന്നു. ആ കൌൺസിലിംഗിൽ അമ്മുവിനെ മാനസികമായിട്ട് ഈ അധ്യാപകൻ പീഡിപ്പിച്ചു എന്നുള്ള തരത്തിലുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കേസ് മാറിയിരിക്കുന്നത്. കാരണം ഒരു ലോക ബുക്ക് കാണാനില്ല എന്ന് ആരോപിച്ചുകൊണ്ട് അമ്മ താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ ഈ കുട്ടികൾ ആരോപണ വിധേയരായിട്ടുള്ള കുട്ടികൾ കടന്ന് ആക്രമിച്ച് കയറുകയും ഈ റൂം മൊത്തം അരിച്ചുപിറക്കി പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇത് അമ്മുവിന്റെ അനുവാദം വാങ്ങാതെയാണ്, ഹോസ്റ്റൽ വാർഡന്റെയോ അമ്മുവിന്റെ അനുവാദം വാങ്ങാതെയാണ് ഈ റൂമിനുള്ളിൽ ഇവർ കയറിയത്. ഇതിന്റെ തുടർച്ചയാണ് 15-ാം തീയതി കോളേജിൽ നടന്നത്. ഈ കോളേജ് അധ്യാപകൻ ആയിട്ടുള്ള സൈക്കാട്രി അധ്യാപകനായിട്ടുള്ള സജി പറഞ്ഞത് അമ്മു ഈ നിരപരാധിത്വം തെളിയിക്കണം, ഈ ലോക ബുക്ക് കാണാതായതിൽ പിന്നിൽ അമ്മു കാരണക്കാരാണ്, അങ്ങനെയാണെങ്കിൽ അതിന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടുന്ന കർത്തവ്യം അമ്മുവിനുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു. അത് കൂട്ടമായിട്ട് 50ഓളം കുട്ടികൾ വരുന്ന കുട്ടികൾക്കിടയിൽ ഇരുത്തിയാണ് അമ്മുവിനെ ഇത്തരത്തിൽ ഈ കൌൺസിലിംഗ് നടത്തിയത്. അതിൽ വലിയൊരു മാനസികമായിട്ടുള്ള ഒരു വിഷമം അമ്മു നേരിട്ടിരുന്നു. തുടർന്ന് ആ കൌൺസിലിംഗിന് ശേഷം വീണ്ടും അദ്ദേഹത്തിന്റെ ചേംബറിൽ വിളിച്ച് വീണ്ടും ഈ ആരോപണവിധേയരായിട്ടുള്ള 3 കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു നിർത്തി വീണ്ടും അമ്മുവിനെ അപമാനിച്ചു എന്നുള്ളത് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൈക്കാട്രി വിഭാഗം അധ്യാപകനായിട്ടുള്ള സജിയെ ഈ കേസിൽ പ്രതി ചേർത്ത് അന്വേഷിക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഇപ്പോൾ അമ്മുവിന്റെ അച്ഛൻ സജീവ് ഉന്നയിക്കുന്നത്. അതിന് പുറമെ കോളേജ് പ്രിൻസിപ്പൽ എൻ അബ്ദുൽ സലാം ഈ കേസുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും മറയ്ക്കാൻ ശ്രമിക്കുന്നു. പല കാര്യങ്ങളും എൻ അബ്ദുൽ സലാമിന് അറിയാമെന്നുള്ളത് തന്നെയാണ് കുടുംബം പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ആര്യ.